നമസ്കാരം. നമ്മുടെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPFിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിരിക്കുകയാണ്. നല്ലൊരു അവസരം തന്നെയാണ്. ബോയ്സിനും ഗേൾസിനും ഇതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. നല്ലൊരു വാക്കൻസിയും പിന്നെ അതുപോലെ തന്നെ നല്ല സാലറി പാക്കേജോട് കൂടി നിങ്ങൾക്കൊരു ജോബാണ് കിട്ടാൻ പോകുന്നത്. ട്രേഡ്സ്മാൻ, ടെക്നിക്കൽ, പയോണിയർ പോസ്റ്റുകളാണ്. കോൺസ്റ്റബിൾ പോസ്റ്റാണ്. റിക്രൂട്ട്മെൻറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് നോക്കാം. ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷനാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടതിന് ശേഷം ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്ന ഡേറ്റ് കാണാം 24/4/2026. ഏപ്രിൽ 20 മുതൽ മെയ് 19 വരെ ആപ്ലിക്കേഷൻ കൊടുക്കാം. അതിനർത്ഥം ഇപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടില്ല. ഏപ്രിൽ മാസം, ഈ മാസം 20 മുതൽ മെയ് മാസം 19 വരെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന കോൺസ്റ്റബിൾ പോസ്റ്റുകളാണിപ്പോൾ റിലീസായിട്ടുള്ളത്. ഓൺലൈൻ മോഡാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ കൂടിയും ചെയ്യാം. ഇപ്പം നിലവിൽ നോട്ടിഫിക്കേഷൻ മാത്രമാണ് റിലീസായിട്ടുള്ളൂ. ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ്, പിന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ്, പിന്നെ എക്സാം, ട്രേഡ് ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം, റിവ്യൂ മെഡിക്കൽ എക്സാം. ഇത്രയും സെലക്ഷൻ ക്രൈറ്റീരിയ വരുന്നുണ്ട്. സാലറി പാക്കേജ് കാണാം. ലെവൽ 3 പേ സ്കെയിലാണ്. 21,700 രൂപ മുതൽ 69,100 വരെ ശമ്പളം കിട്ടാവുന്നൊരു പോസ്റ്റാണ്. കോൺസ്റ്റബിൾ, ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ 9,175 വാക്കൻസിയാണ് ടോട്ടൽ വാക്കൻസി. അതിൽ ബോയ്സിന് 9,096, ഫീമെയിൽസിന് 79 വാക്കൻസിയാണ്. ഈ ഒരു വാക്കൻസി കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ സെപ്പറേറ്റ് വന്ന വാക്കൻസി കാണാം. ഇവിടെ കാണാം കേരള. അതിൽ ടോട്ടൽ വാക്കൻസി 304 വാക്കൻസിയാണ് കേരളത്തിൽ ടോട്ടൽ വാക്കൻസി ആയിട്ട് റിലീസായിട്ടുള്ളത്. കേരളത്തിൽ 304 വാക്കൻസി ഉണ്ട്. 9,096 വാക്കൻസിയിലാണ് 300 സംതിങ് വാക്കൻസി കേരളത്തിൽ വന്നിട്ടുള്ളത്. ഇനി ഗേൾസിന് വന്ന വാക്കൻസി കേരളത്തിൽ ടോട്ടൽ വാക്കൻസി ഇവിടെ കാണാം. കേരള ടോട്ടൽ വാക്കൻസി 2 വാക്കൻസി മാത്രമാണ് ഗേൾസിന് വന്നിട്ടുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പറഞ്ഞ വാക്കൻസി കോൺസ്റ്റബിൾ, ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ്റെയാണ്. 9,175 വാക്കൻസിയിൽ 9,096 ബോയ്സിനും ഫീമെയിൽസിന് 79 വാക്കൻസി. കേരളത്തിലെ ബോയ്സിന് മാത്രം വാക്കൻസി വന്നത് 304, ഗേൾസിന് 2 വാക്കൻസി. ഇനി പയോണിയർ പോസ്റ്റ് വരുന്നുണ്ട്. പയോണിയർ പോസ്റ്റ് ടോട്ടൽ 20 വാക്കൻസിയാണ് ഓൾ ഇന്ത്യ വാക്കൻസി. അതിൽ മെയ്സൺ 13 വാക്കൻസി, ഇലക്ട്രീഷ്യൻ 7 വാക്കൻസി, അങ്ങനെ ടോട്ടൽ 20. അത് ഓൾ ഇന്ത്യ ബേസിസാണ് പയോണിയർ പോസ്റ്റ് വരുന്നത്. മറ്റേതെല്ലാം സ്റ്റേറ്റ് ലെവൽ ബേസിസാണ് വാക്കൻസി വന്നിട്ടുള്ളത്. ഓക്കെ. നാഷണാലിറ്റി നമ്മളെല്ലാവരും ഇന്ത്യൻ സിറ്റിസണാണ്. ഇനി ഏജ് ലിമിറ്റ് പറയുന്നത് കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റ്. കോൺസ്റ്റബിൾ ഡ്രൈവർ 1/1/2026 അടിസ്ഥാനത്തിൽ നിങ്ങൾ വയസ്സ് കണക്കാക്കുക. 21 to 27 ഏജ് ലിമിറ്റ്. 2/1/99 മുതൽ 1/1/2005 ഇടയിൽ ജനിച്ച എല്ലാവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം. ബാക്കി വരുന്ന എല്ലാ പോസ്റ്റിലേക്കും 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. 1/1/2026 അടിസ്ഥാനത്തിൽ വയസ്സ് കണക്കാക്കണം. 2/1/2003 മുതൽ 1/1/2008 ഇടയിൽ ജനിച്ച എല്ലാവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം. അതുകൂടാതെ SC/ST ആണെങ്കിൽ 5 വർഷവും OBC ആണെങ്കിൽ 3 വർഷം വരെ വയസ്സിന് ഇളവും കിട്ടുന്നുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ ഡ്രൈവർ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ്, അതിൻ്റെ കൂടെ ഹെവി വെഹിക്കിൾ ലൈസൻസ് വേണം. മെക്കാനിക് മോട്ടോർ വെഹിക്കിളിലേക്ക് മിനിമം 10th പാസ്, 10+2 എക്സാമിനേഷൻ സിസ്റ്റം 10th പാസ്, 10ാം ക്ലാസ്, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റ് വേണം. മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ നാഷണൽ ഓർ സ്റ്റേറ്റ് കൗൺസിൽ വൊക്കേഷണൽ ട്രെയിനിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 1 year പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതായത് 10ാം ക്ലാസ്സിൻ്റെ കൂടെ 2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ബാക്കി വരുന്ന എല്ലാ ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് 10th പാസ് മാത്രം മതി. ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ടാവും. നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് പാസ്സായാൽ മതി. അപ്പോൾ 10th പാസ് വെച്ച് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന പോസ്റ്റ് ട്രേഡ്സ്മാൻ പോസ്റ്റുകളാണ്. ഇനി പയോണിയർ വിങ്, മെയ്സൺ, ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ്, അതിൻ്റെ കൂടെ 1 year എക്സ്പീരിയൻസ് റെസ്പെക്റ്റീവ് ട്രേഡ് ലൈക്ക് മെയ്സണറി ഓർ ഇലക്ട്രീഷ്യൻ. അതായത് 1 year എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണം. മെയ്സണറി അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനിൽ നിങ്ങൾക്ക് 1 year എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ITI സർട്ടിഫിക്കറ്റ്, അതായത് ട്രേഡിൻ്റെ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. 10th പാസ് വിത്ത് എക്സ്പീരിയൻസോ 10th പാസ് വിത്ത് ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ പയോണിയർ വിങ്ങിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ് വരുന്നത്. അതിൽ പെൺകുട്ടികൾക്ക് ഫീസില്ല. പിന്നെ SC/ST ബോയ്സിനും ഫീസ് വരുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ സെലക്ഷൻ വരുന്നുണ്ട്. കേരളത്തിൽ പള്ളിപ്പുറം, തിരുവനന്തപുരത്ത് മാത്രമാണ് സെൻറ്റർ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാ ജില്ലക്കാരും ഈ പറയുന്ന സെൻറ്റർ, ഗ്രൂപ്പ് സെൻറ്റർ CRPF പള്ളിപ്പുറം, തിരുവനന്തപുരം, കേരള 695316 പിൻകോഡ്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ എല്ലാ സെലക്ഷനും പോകേണ്ടത്. കേരളത്തിൽ സെലക്ഷൻ ക്രൈറ്റീരിയ ഒറ്റ സ്ഥലത്ത് മാത്രമാണ് വരുന്നുള്ളൂ, തിരുവനന്തപുരത്ത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യം ഫിസിക്കലാണ് വരുന്നത്.
5 കിലോമീറ്റർ റണ്ണിങ് 24 മിനിറ്റ് കൊണ്ട് ആൺകുട്ടികളും 1.6 കിലോമീറ്റർ 8.30 മിനിറ്റ് കൊണ്ട് പെൺകുട്ടികൾ ഓടിക്കയറണം. അത് ടെക്നിക്കൽ ട്രേഡ്സ്മാനിലേക്ക്. അത് സം പോസ്റ്റിലേക്കാണ് വരുന്നത്. ഇനി ബാക്കിയുള്ള പോസ്റ്റുകൾ ടെക്നിക്കൽ ട്രേഡ്സ്മാനിൽ തന്നെ കോൺസ്റ്റബിൾ, കുക്ക്, വാട്ടർ കരിയർ, ബാർബർ, ഹെയർ ഡ്രസ്സർ, വാഷർമാൻ, വാഷർ വുമൺ, സഫായി കർമ്മചാരി ഇത്രയും പോസ്റ്റിലേക്ക് 1.6 കിലോമീറ്റർ 10 മിനിറ്റ് കൊണ്ട് ആൺകുട്ടികളും 1.6 കിലോമീറ്റർ 12 മിനിറ്റ് കൊണ്ട് പെൺകുട്ടികൾ ഓടിക്കയറണം. ബാക്കി വരുന്ന പയോണിയർ വിങ്ങിലേക്ക് 1.6 കിലോമീറ്റർ 9 മിനിറ്റ് കൊണ്ട് ആൺകുട്ടികൾ ഓടിക്കയറണം. ഇത് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ മെഷർമെൻ്റ് ആണ്. ആൺകുട്ടികൾക്ക് 170 സെൻറ്റിമീറ്റർ ഹൈറ്റും പെൺകുട്ടികൾക്ക് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. മിനിമം അത് വേണം. എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം ആൺകുട്ടികൾക്ക്. മിനിമം 80 സെൻറ്റിമീറ്റർ 80 to 85. ഹൈറ്റിനും ഏജിനും അനുസരിച്ച് വെയിറ്റ് വേണം. ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ എക്സാമാണ്. 100 മാർക്കിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ ടെസ്റ്റ്, 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിന്. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിനും. ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിന്. എലമെൻ്ററി മാത്തമാറ്റിക്സ് 25. ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓപ്ഷനിലാണ് 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കിന്. 2 മണിക്കൂറിനാണ് എക്സാമിന് ടൈം കിട്ടുക. ഇംഗ്ലീഷിലും ഹിന്ദിയിലുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആവുക. 0.25 നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്. അതുകൊണ്ട് അറിയുന്നത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. 4 റോങ് ആയിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങളുടെ ശരിയുത്തരത്തിൽ നിന്ന് നെഗറ്റീവ് ആവും. അപ്പോൾ അറിയുന്നത് മാത്രം അറ്റൻഡ് ചെയ്യുക. അതിന് ഡീറ്റെയിൽഡ് സിലബസ് ഇവിടെ കാണാം. അപ്പോൾ ഇത് പഠിക്കാൻ പറ്റിയ ബുക്ക് ഞാൻ ട്രൈ ചെയ്യാം. ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്യാം. നിങ്ങൾ ആ ഒരു ബുക്ക് പർച്ചേസ് ചെയ്ത് പഠിച്ചാലും മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ആദ്യം ഫിസിക്കലാണെന്ന് കരുതി ഇപ്പോഴേ പഠിക്കാതിരിക്കേണ്ട. നല്ലൊരു ചാൻസാണ്. കാരണം 9000-ലധികം വാക്കൻസി വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും പഠിക്കുക, ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുക. പള്ളിപ്പുറം തിരുവനന്തപുരത്ത് കേരള സെലക്ഷൻ ക്രൈറ്റീരിയ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അവസരം, നല്ലൊരു ചാൻസാണ്. ഈ ഒരു എക്സാം കഴിഞ്ഞാൽ ട്രേഡ് ടെസ്റ്റ് വരുന്നുണ്ട്. അതാത് ട്രേഡിൻ്റെ ട്രേഡ് ടെസ്റ്റ്. ഇങ്ങനെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാം, റിവ്യൂ മെഡിക്കൽ എക്സാം, ഐ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും. ഫ്രണ്ട്സ്, അപ്പോൾ അതാണ് ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഡെയിലി പ്രോപ്പറായിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാം. ബൈ.